പടച്ച റബ്ബിൻ്റെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ആ പ്രയാസങ്ങളെക്കാളേറെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളുണ്ടാകും. ആ സന്തോഷങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പലപ്പോഴും പടച്ചവൻ നമുക്ക് കനിഞ്ഞു നൽകിയ ജീവിതത്തിൻ്റെ മൂല്യം, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടമെങ്കിലും നമുക്ക് പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നതിലൂടെയാണ് ഇന്നത്തെ വിഷയം കടന്നു പോകുന്നത്. സുദീർഘമായ ഒരു യാത്രയിൽ താൽക്കാലിക വിശ്രമത്തിന് വേണ്ടി ഒരു സത്രത്തിലേക്ക്, ഒരു ദിവസം മന്തി ഉറങ്ങാൻ വേണ്ടി ഒരു സത്രത്തിലേക്ക് കടന്നു വരുന്ന ഒരു യാത്രികനെ പോലെ, ദീർഘമായ യാത്രയിൽ താൽക്കാലികമായി ഒരു താമസ സ്ഥലത്തിന് വേണ്ടി താമസ സ്ഥലത്തേക്ക് വരുന്ന ഒരു യാത്രികനെ പോലെ നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിലേക്ക് കടന്നു വന്നവരാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടേണ്ടവരല്ല എന്നും നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യത്തിനാവശ്യമായ സാധന സാമഗ്രികൾ നമ്മുടെ പക്കലുണ്ട്. ആ സാധന സാമഗ്രികളുമായിട്ടാണ് നാം ഓരോരുത്തരും ഈ ദുനിയാവിലേക്ക് കടന്നു വന്നത്. നാളെ ഇവിടെ നിന്ന് പോകേണ്ടവനാണ് എന്ന് യാത്രികന് തോന്നുന്നത് പോലെയുള്ള ചിന്ത വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. മനുഷ്യ ജീവിതത്തെ മൂന്നായി തരംതിരിക്കുകയാണെങ്കിൽ, 3 കാലഘട്ടമാക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളർന്ന് ഭൂമിയിലേക്ക് ഭൂജാതനായി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതമാണ്. രണ്ടാമത്തെ കാലഘട്ടമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മാതാവിൻ്റെ ഉറപ്പായും നമ്മെ തേടി വരുന്ന ആ മരണത്തിന് ശേഷം നാളെ പരലോകത്ത് ചെന്ന് വിജയിച്ചവരാണെങ്കിൽ വിജയിച്ചവരുടെ കൂടെയും, പരാജിതരെങ്കിൽ അപമാനത്തോടുകൂടി ജീവിക്കേണ്ടുന്ന ബർസഖിയായ ജീവിതഘട്ടമുണ്ട്. അതിനിടയിലുള്ള പരലോകത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിതമുണ്ട്, ബർസഖിയായ ജീവിതം. ആ ജീവിതമാണ് രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ബർസഖിയായ ജീവിതത്തിന് ശേഷം പരലോകത്തിന് ചെന്ന് വിജയിച്ചവരാണെങ്കിൽ വിജയിച്ചവരുടെ കൂടെയും, പരാജിതരെങ്കിൽ അപമാനത്തോടുകൂടി പിന്നീട് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ശാശ്വതമായ മൂന്നാമത്തെ ജീവിതഘട്ടം എന്ന് പറയുന്നത്. ഈ 3 ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതഘട്ടമുള്ളത്. അതിലെ ഒന്നാമത്തെ സ്റ്റേജിലാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 ഘട്ടത്തിലെ ഏറ്റവും എണ്ണം കുറഞ്ഞ, ഏറ്റവും കാലം കുറഞ്ഞ, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത നമ്മളെ അലോസരപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത്, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് മാ ബൈന 60 വ 70, 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തുകയാണ്. പടച്ച റബ്ബ് അനുഗ്രഹിച്ചാൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ നമ്മൾക്ക് കിട്ടിയേക്കാം. 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുമ്പോൾ 20 വയസ്സിനോടടുത്ത അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ യുവാക്കളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എൻ്റെ ജീവിതത്തെ 3 ഘട്ടങ്ങളായി തിരിക്കുകയാണ് എങ്കിൽ അതിൽ ഒന്നാമത്തെ ഘട്ടം ഇതാ എന്നിൽ നിന്നും പോയിരിക്കുന്നു എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ജീവിതത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയും അതുപോലെ പേടിയോടുകൂടിയും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. വിശ്വാസികൾ അങ്ങനെയുള്ളവരായിരിക്കണം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് പരലോകത്തെക്കുറിച്ച്, ബർസഖി ജീവിതത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നപ്പോൾ ആ പരലോക ജീവിതത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 കണക്കിന് ദിവസത്തേക്കാൾ ദൈർഘ്യമുള്ളത് എന്നാണ്. പരലോകത്തിലെ ഒരു ദിവസം എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ അതിന് ഒരു ദിവസത്തെ പരലോകത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 1000 കണക്ക് വർഷത്തേക്കാൾ തുല്യമുണ്ട് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ബുദ്ധിമാന്മാർ, ഇവിടെ വിശ്വാസികളായ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ കുറഞ്ഞ കാലഘട്ടമുള്ള ഈ ദുനിയാവിലെ ഈ ദിനങ്ങളിൽ നന്മകൾ ചെയ്ത് നമ്മൾ മുന്നേറണോ, അതോ
മുന്നേറി പരലോകത്ത് സൗഖ്യം നേടണോ, അതോ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ അതല്ല ഈ ദുനിയാവിൻ്റെ പച്ചപ്പകിട്ടുകൾ ആർമാദിച്ചുകൊണ്ട് തിന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരലോക ജീവിതത്തിലെ ശാശ്വതമായ ആ പ്രയാസകരമായ ജീവിതത്തെ നമ്മൾ അതിലേക്ക് പോകണമേ എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ, സത്യവിശ്വാസികൾ ഏത് നിലപാട് എടുക്കും ഈ കുറഞ്ഞ ദിവസത്തിൽ ഈ ദുനിയാവിൽ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും ചിലയിടത്തേക്ക് നോക്കാതെ, ചിലയിടത്തേക്ക് നടക്കാതെ, അതുപോലെ ചിലയിടത്തേക്ക് സ്പർശിക്കാതെ, ചിലയിടത്തേക്ക് നമ്മളൊന്ന് പോകാതെ അല്പം പ്രയാസത്തോടെ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ ഒരു ജയിലിലുള്ള ഒരു വ്യക്തിയെ പോലെ നീ ജീവിക്കുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ കാത്തിരിക്കുന്നത് പരലോകത്തെ ശാശ്വതമായ സുഖങ്ങളും സൗകര്യങ്ങളും സമാധാനവും മാത്രമുള്ള പരലോക ജീവിതമാണ്. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ, യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ, യഅലമൂ നിങ്ങളറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയാ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ലഅബൂ വലഹൂ വസീന, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് കളിയും വിനോദവും അലങ്കാരവും മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്, വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, പരസ്പരം പെരുമ നടിക്കൽ മാത്രമാകുന്നു മക്കളുടെ പേരിലും അതുപോലെ സമ്പത്തിന്റെ പേരിലും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് കളിയും വിനോദവും അതുപോലെ അലങ്കാരവും പരസ്പരം പെരുമ നടിക്കലും മാത്രമാകുന്നു. എന്തിന്റെ പേരിൽ? ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ പേരിലും അതുപോലെ സമ്പത്തിന്റെ പേരിലും നമ്മൾ പെരുമ നടിക്കൽ മാത്രമാകുന്നു. എന്നിട്ട് ആ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരു ഉപമ നമ്മോട് പറയുകയാണ്. നമുക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ദുനിയാവിലെ ജീവിതം എങ്ങനെയാണ് അതറിയണം സത്യവിശ്വാസികളെ. കമസലി ഗൈസിൻ, അത് ഒരു മഴ പോലെയാണ്. അത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്യുന്ന ഒരു മഴ പോലെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്നാണ്? അഅജബുൽ കുഫാറ നബാതുഹു, ആ മഴ പെയ്യുന്നത് മൂലം ആ ഒരു കർഷകൻ അവൻ വിതറിയ വിത്തുകൾ അല്ലെങ്കിൽ പാകിയ വിത്തുകൾ അത് മുളച്ചു വരുന്നു, പച്ചക്കതിരായി മാറുന്നു. അതുപോലെ പിന്നെയോ സുമ്മയഹീജു, പിന്നെ അതിന്റെ നിറം മാറുകയാണ്. അതുപോലെ അതങ്ങനെ മഞ്ഞ നിറമായി നിങ്ങൾക്ക് കാണാം. ഒരു കർഷകൻ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് മൂലം അദ്ദേഹം പാകിയ വിത്തുകൾ ഇങ്ങനെ പച്ചക്കതിരായി മാറുകയും പിന്നീട് അതിന്റെ നിറം മാറുകയും വരുന്നു. പിന്നെ പതിയെ അതിന്റെ നിറം ഇങ്ങനെ മാറി വരുന്നു. സുമ്മയകൂനു ഹത്വാമ, തീർന്നിട്ടില്ല, പിന്നീടത് വൈക്കോൽ തുരുമ്പ് പോലെ ആയി തീരുകയും ചെയ്യുന്ന അവസ്ഥ. അതിനെക്കുറിച്ചാണ്, ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ദുനിയാവിലെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ കർഷകർ ആ പച്ചക്കതിരിനെ കണ്ടതുപോലെയാണ് നമ്മൾ ആ പച്ചപ്പ് കണ്ടതുപോലെ ദുനിയാവിനെ നമ്മൾ ഒരിക്കലും കാണരുത് പ്രിയപ്പെട്ടവരെ. കാരണം ഇതിനൊരവസാനമുണ്ട്, ദുനിയാവിന് ഒരവസാനമുണ്ട്. ആ അവസാനത്തിന് ശേഷം നമ്മിലേക്ക് വരുന്ന ജീവിതത്തിലാണ് പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ എനിക്കും നിങ്ങൾക്കും വിജയം കൈവരിക്കാനുള്ളത്. അവിടെയാണ് എനിക്കും നിങ്ങൾക്കും വിജയം കൈവരിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നില്ല, വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, അവർക്ക് പരലോകത്താകട്ടെ അദാബുൻ ശദീദ്, അതികഠിനമായ ശിക്ഷയാണ് അവർക്ക് അവിടെയുള്ളത്. അവരെ കാത്തിരിക്കുന്നത് അതികഠിനമായ ശിക്ഷയാണ്. അതുമാത്രമല്ല അല്ലാഹുവിന്റെ വമഗ്ഫിറതും
മിനല്ലാഹ്, അല്ലാഹുവിന്റെ പാപമോചനവും അവർക്കുണ്ട്. വറുദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയും അവർക്കുണ്ട്. പടച്ച റബ്ബിന്റെ അങ്ങേയറ്റ പൊരുത്തവും അവർക്കുണ്ട്. വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്ന ഒരു വാചകം, അത് നിങ്ങളെയും എന്റെയും മനസ്സിൽ കൊത്തിവയ്ക്കപ്പെടേണ്ട ഒരു വാചകമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാകുന്നു. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാകുന്നു. ചതി നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു വിഭവം മാത്രമാകുന്നു. ആ ചതിയിൽ നാം ആരും വിട്ടുപോകരുത് സഹോദരന്മാരെ. ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബിസിനസ് ചെയ്ത് അതിൽ നമുക്ക് ധാരാളം ലാഭം ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, ഞാനെല്ലാം നേടിക്കഴിഞ്ഞു, എനിക്കിനൊന്നും നേടാനില്ല, ഇതൊക്കെ എൻ്റെതായി മാറി, ഇതിൽ യാതൊരു കുറവും ഇനി അങ്ങോട്ട് ഉണ്ടാവുകയില്ല എന്നൊരു തോന്നൽ. അതുപോലെ ഒരുപാട് കാലം പ്രവാസിയായി ജീവിച്ചുകൊണ്ട് നാട്ടിലൊരു വീടുണ്ടാക്കുകയും പിന്നെ നമ്മുടെ മനസ്സിലൊരു തോന്നൽ, ഇനി എല്ലാം നേടി, ഇനി ഒന്നും എനിക്ക് നേടാനില്ല. ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണോ അവർക്ക് ചിന്തിക്കാൻ കഴിയുമോ? വിശ്വാസികൾ ഇങ്ങനെ അവർക്ക് ചിന്തിക്കാൻ കഴിയുമോ? ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കുന്നത് ആണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പിന്നിൽ ഒരു വഞ്ചനയുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ദുനിയാവിലെ പച്ചപ്പകിട്ടുകളെങ്ങാനും വീണ് റബ്ബിനെ മറന്നാൽ അവന്റെ ദൂതൻ കൽപ്പിച്ച സൽക്കർമ്മങ്ങളെ നിരാകരിച്ചു കളഞ്ഞാൽ പിന്നെ കാത്തിരിക്കുന്നത് ശാശ്വതമായ ദുർഘടമായ പാതയാകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും അലോസരപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളെല്ലാവരും മരിക്കുന്നതാണ്. നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നതാണ്. നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു വച്ചാലും, ഏറ്റവും വലിയ രൂപത്തിലുള്ള കണ്ടുപിടുത്തം അതിനു വേണ്ടി ചെയ്തു വച്ചാലും, ഏതെങ്കിലും ഒരു കാലത്ത് ഒരാളിൽ നിന്ന് വിട്ടുപിരിയുന്ന ഒരു ആത്മാവിനെ തിരികെ കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാലും എന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കണം എന്ന് പറഞ്ഞ് ഡെഡ് ബോഡി എംബാമിങ് ചെയ്തു വെക്കുന്ന കേന്ദ്രങ്ങൾ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മുക്കുമൂലയിലുമുണ്ട്. മനുഷ്യർക്ക് വല്ലാത്ത പേടിയാണ് മരണത്തെ. ഈ ശബ്ദം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും മനസ്സിന്റെ അകത്തടങ്ങളിൽ ഒരു പേടിയുണ്ട്. നമ്മൾ ചെന്ന് ചിന്തിക്കാൽ പക്ഷെ ആ പേടിയുടെ ഒക്കെ പിന്നിൽ എന്താണ് എന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ മരണമെന്ന യാഥാർത്ഥ്യമാണല്ലോ. ആ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണല്ലോ. ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ, ആ മരണത്തിൽ നിന്ന് ഒളിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് മനുഷ്യൻ ഒരുക്കി വയ്ക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഖുൽ നബിയെ പറയുക, ഇന്നൽ മൗതല്ലദീന തഫിറൂന മിൻഹു, നിശ്ചയമായും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ കുതറിയോടാൻ ശ്രമിക്കുന്നത്, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ പേടിച്ചരണ്ട് കൊണ്ടോടാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ആ മരണം നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ മരണം നമ്മളെ പിടിക്കുന്നതാണ്. എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര ആധുനികവൽക്കരിച്ച ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചികിത്സ തേടിയാലും ശരി, ആ മരണത്തിന്റെ സമയം പടച്ചവൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ മരണം നമ്മെ വന്ന് പീടുകൂടുക തന്നെ ചെയ്യുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. മരണം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. പേടിയോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരു വേദനയുണ്ട് ആ മരണത്തിൽ നിന്ന് ആരെങ്കിലും ദുനിയാവിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ടേനെ. അവിടുത്തെ അന്ത്യസമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവച്ചുകൊണ്ട് മലക്കുൽ മൗത്തിനെ മുഖാമുഖം കാണുന്ന അവസരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ദി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ആയിഷ ഇന്നലിൽ മൗത്തി ലസകറാത്ത്. ആയിഷ, മരണത്തിനൊരു വേദനയുണ്ട് ആയിഷ, വളരെ വല്ലാത്തൊരു പ്രയാസമാണ് ആയിഷ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മെ കാത്തിരിക്കുന്നത് ഏതൊരു രൂപത്തിലുള്ള മരണമാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. എന്നെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്ത കൊടുക്കേണ്ടതുണ്ട്. ഏതൊരു തരത്തിലുള്ള മരണമാണ് എന്നെയും നിങ്ങളെയും പിടിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. ആ മരണത്തെ നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കാനുള്ളതാണ്. നമ്മൾ പല രൂപത്തിലുള്ള രുചി ആസ്വദിക്കുന്നവരാണ് അല്ലേ? ആ സമയത്ത് അതുപോലെ മരണത്തെയും നമ്മൾ ആസ്വദിക്കുന്നതാണ്. മരണത്തിന്റെ വേദനയാകുന്ന ആ രുചിയിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമ്മോട് പറയുകയാണ്. മരിച്ചു പോകുമ്പോൾ നമ്മളൊന്നും ഈ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. എത്ര തന്നെ ആസ്തി ഉണ്ട് എങ്കിലും, ബാങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട് എങ്കിലും ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഒരുക്കി വെച്ച്, അല്ലെങ്കിൽ വസ്ത്രമാകട്ടെ എന്തുമാകട്ടെ ഒരു വിഭവം ഒരുക്കി വെച്ചാലും മരണപ്പെട്ട് നമ്മെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്, നമ്മുടെ കൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ ഉപയോഗിച്ചു പോലുമില്ലാത്ത ചില വില കുറഞ്ഞ നേർത്ത വസ്ത്രം മാത്രമാണ് അവസാനമായി നമ്മുടെ കൂടെ ഉണ്ടാവുക. അവസാന യാത്രയിൽ നമ്മുടെ പുതപ്പിച്ച് കിടത്തുന്നത് ആ തുണി കഷ്ണം കൊണ്ടാണ്. ഒരുപാട് കാലം പടച്ചവനെ മറന്നുകൊണ്ട്, പടച്ചവനെ ധിക്കരിച്ച്, പലിശയുടെ പാതയിലൂടെ അധാർമിക പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാക്കി കാണും. അതിന്റെ ഒരു ആധാരത്തിന്റെ ഒരു കോപ്പി പോലും നമ്മുടെ കഫം പുടവയിൽ നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കഫം പുടവയിൽ വെച്ച് നമ്മെ പുതപ്പിക്കില്ല എന്ന ഓർമ്മ വളരെ പേടിയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രാത്രിയിൽ ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ കഴിയാത്തവരുണ്ട്. ആ AC റൂമിൽ മാത്രം താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. എങ്ങനെയുള്ള ആളുകളാണ് എങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പീഡികത്തിണ്ണയിൽ കിടന്നിട്ടില്ലാത്ത ആളുകൾ, പ്രയാസപ്പെടാത്ത ആളുകൾ പോലും ആണെങ്കിൽ കൂടി, പ്രിയപ്പെട്ടവരെ, ആ മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ നമുക്ക് കിടക്കാനുള്ളത് 6 അടി മണ്ണിലാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വലിയൊരു ചക്രവർത്തിയെ കുറിച്ച് പറയാറുള്ളത്. അദ്ദേഹം ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കാൽ കീഴിലാക്കി. ഒരു അസുഖം ബാധിച്ച് അദ്ദേഹത്തെ ചികിത്സിക്കാൻ ലോകത്തിന്റെ മുക്കുമൂലയിൽ നിന്നുള്ള ചികിത്സാരികളെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ നോക്കി. പക്ഷെ അത് ഭേദമായില്ല. അവസാനം അദ്ദേഹം വസിയ്യത്ത് എഴുതി വെക്കുകയാണ്. ലോകത്തിന്റെ എത്രയോ രാഷ്ട്രങ്ങൾ തന്റെ കാൽ കീഴിലാക്കിയ, തന്റെ ഭരണത്തിന്റെ കീഴിലാക്കിയ ആ ചക്രവർത്തി ഇങ്ങനെ എഴുതി വെച്ചു, എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ എന്റെ കൈകൾ ഇങ്ങനെ പുറത്തേക്ക് ഇടണമെന്ന്, എന്റെ കൈകൾ ആ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് ഇടണമെന്ന് അദ്ദേഹം എഴുതുകയാണ്. ഇത് കേട്ട ആളുകൾ ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യ, ആ സമയത്ത് ചക്രവർത്തി പറയുകയാണ്, ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഈ ദുനിയാവിൽ നിന്ന് ഈ ലോകം മുഴുവൻ എന്നെ വിശ്വസിച്ച്, എന്റേതെന്ന് വിശ്വസിച്ച് ലോകം മുഴുവനും കീഴടക്കിയ വലിയ സമ്പാദ്യത്തിന്റെ ഉടമയായി ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് നിങ്ങൾ കാണണം. ആ രാജാവിന്റെ കഥയെങ്കിലും നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഈ മരണത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അങ്ങേയറ്റം വളരെ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അദ്ദേഹത്തെ മരണത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശമ്പളം കൊടുത്ത ആളുകളെ നിർത്തിയതായി നമുക്ക് കാണാം. ഉമറെ, നീയും മരിക്കേണ്ടവനാണ്, നീയും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയേണ്ടവനാണ്, നീയും മരിക്കേണ്ടവനാണ് കേട്ടോ എന്ന് പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ പറയുന്നത്, വേറെന്തെങ്കിലും പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു മരണത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. നമുക്ക് മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് പേടിയാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ അധികരിപ്പിക്കുക. പ്രിയപ്പെട്ടവരുടെ ഏർപ്പാട് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരണം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മരണത്തെക്കുറിച്ചുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടതുണ്ട്. ഒരുപാട് മരണത്തിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ജനാസംസ്കാരത്തിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ട്.
അവിടുന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് ഇന്ന രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്, പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്നതൊക്കെ ദാനധർമ്മമായി ചെയ്തിട്ടുണ്ട് മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ചിന്തകൾ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. എൻ്റെ മയ്യത്ത് മറമാടിക്കൊണ്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പള്ളിക്കാട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെങ്കിലും എന്തെങ്കിലും ചിന്തിക്കാൻ ബാക്കിയാക്കി. പ്രിയപ്പെട്ടവരെ, ഈ അവസരം ബാക്കിയാക്കണമെന്ന് ഈ അവസരം നാം ഓർക്കണം. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ, മരണം മതി ഉമറെ താങ്കൾക്ക് ഒരു ഉപദേശകനായി മരണം തന്നെ മതി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ദുനിയാവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, പടച്ചറബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, മനസ്സിലാക്കാൻ മരണം മാത്രം മതി നമുക്ക് ഒരു ഉപദേശകനായി. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്. ഏതൊരു നിമിഷവും മരണം നമ്മിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് പടച്ചറബിലേക്ക് അടുക്കണം. ഞാനും നിങ്ങളും പടച്ചറബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മരണം സംഭവിക്കും, അല്ലെങ്കിൽ ഈ നിമിഷം, ഈ തൊട്ടടുത്ത നിമിഷം എനിക്ക് മരണം സംഭവിക്കാം എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നന്മയുടെ പാതയിലേക്ക് മുന്നേറുകയും അതുപോലെ തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്കൊരുപാട് മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ മക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ വാപ്പ ഉമ്മ ആരുമാകാം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. ഈ രണ്ട് കാര്യം, അംവാലും ധനവും അതുപോലെ മക്കളും നിങ്ങളുടെ പരീക്ഷണമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ 4 മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ വിശ്വാസികൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ക്ഷമിക്കാനാണ്. ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിർ. പ്രവാചകൻ പറയുകയാണ്, നീ അള്ളാഹനെ സൂക്ഷിക്കുകയും അതുപോലെ ക്ഷമിക്കുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ക്ഷമ എന്നുള്ളത് അത് ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. ഇന്നമ സ്വബറു ഇൻദ സ്വദമത്തിൽ ഊല എന്ന് സ്വബർ എന്ന് പറഞ്ഞത് അത് ഒന്നാമത്തെ ആദ്യഘട്ടത്തിലാണ് വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയാണ്. അതുപോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്. ആ ഹദീസിൽ നമുക്ക് ചുരുക്കമായി നമുക്ക് കാണാം. അദ്ദേഹം ചോദിക്കുന്നത്, ചെറിയ മക്കൾ മരിച്ചാൽ, എന്തെങ്കിലും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ എന്തെങ്കിലും സമാധാനം നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന എന്തെങ്കിലും വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പറയുന്നത്, ചെറിയ മക്കൾ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മക്കൾ നാളെ പരലോകത്ത് വച്ച് മാതാപിതാക്കളെ കാണുന്ന അവസരത്തിൽ ആ മാതാപിതാക്കളുടെ വസ്ത്രത്തിൽ അവർ കയറി പിടിക്കുകയും എന്നിട്ട് റബ്ബ് അവരെയും മാതാപിതാക്കളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ആ മക്കൾ ആ മാതാപിതാക്കളുടെ വസ്ത്രത്തിൽ പിടിക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മുസ്ലിമായ ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ്. ആ മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിനൽ വലദി ലം യബ്ലുഗു അൽ ഹിൻത ഇല്ലാ അദ്ഖലഹുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി ഇയാഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാളുടെ 3 മക്കൾ, ആ മക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് അതൊരു അള്ളാഹുവിൻ്റെ കാരുണ്യം മൂലം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ
ഒരു സ്ത്രീ പ്രവാചകനോട് വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കൾ പുരുഷന്മാർക്ക് ധാരാളം ഉപദേശങ്ങൾ നൽകുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും ഉപദേശം നൽകുകയെന്ന് സ്ത്രീകൾ ചെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുഖദ്ദിമു സലാസതൻ മിൻ വലദിഹാ ഇല്ലാ കാന ലഹാ ഹിജാബൻ മിനൻ നാരി ഫഖാലത് ഇംറഅത്തുൻ വഇസ്നതൈൻ ഫഖാല വഇസ്നതൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, ഒരു സ്ത്രീ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ 3 മക്കൾ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ ആ മക്കൾ നാളെ പരലോകത്ത് അവർക്ക് ഒരു മറയായി മാറുന്നതാണ് മിനന്നാരി, നരകത്തിൽ നിന്ന്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ്, 2 മക്കളാണെങ്കിലോ? പ്രവാചകൻ പറയുകയാണ്, 2 മക്കളാണെങ്കിൽ കൂടി അതും നിങ്ങൾക്കൊരു മറയായി സ്വീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്നുള്ള മറയാണ് എന്ന് പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വന്നേക്കാം. നമുക്ക് ആ സന്ദർഭത്തിൽ നമ്മൾ ക്ഷമ ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയുമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ ഏതവസരത്തിലും മരണത്തെ ധാരാളമായി ഓർക്കുക. ആ മരണം നമ്മിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വന്നേക്കാം. ആ മരണത്തിൽ നിന്ന് കുതറി ഓടാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടി ഉയർത്തപ്പെട്ട മണിമാളികൾക്കുള്ളിലാണെങ്കിൽ പോലും നമ്മൾ ആ മരണം നമുക്ക് തേടി വരുന്നതാണ്. വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. നമുക്കൊരു അവധി എത്തിക്കഴിഞ്ഞാൽ പടച്ച റബ്ബ് ഒരിക്കലും ഒരു നിമിഷം മുന്നോട്ടോ പിന്നോട്ടോ ആക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുന്നതാണ്. 20 വയസ്സല്ലായിട്ടുള്ളൂ, അല്ലെങ്കിൽ 40 വയസ്സല്ലായിട്ടുള്ളൂ, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും 90-100 വയസ്സായി എന്നൊക്കെ ചിന്തിച്ചു കൂട്ടാതെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഞാൻ ഈ മെമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ എൻ്റെ മരണമായിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല ഈ പള്ളിയിൽ നിന്ന്. അള്ളാഹുവിനറിയാം അതിൻ്റെ സമയം. അതുകൊണ്ട് ഏതൊരു നിമിഷവും അമലുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.